യേശു ജനിച്ച ബേത്ലഹേമിലെ തിരുപ്പിറവി ദേവാലയത്തിലേക്ക് മരുപ്പച്ചട്ടി. യഹൂദ്യ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ്യ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എൻ്റെ ജനമായ ഇസ്രയേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. എന്നാൽ ഹേരോദ വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ചു. നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പീൻ. കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പീൻ എന്ന് പറഞ്ഞു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയയോട് കൂടെ കണ്ടു. വേദവസ്തവത്തിൽ ഒരു പ്രയോഗമുണ്ട്. ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഒട്ടകം സൂചിക്കുഴയിൽ കൂടെ കിടക്കുന്നത്. സൂചിക്കുഴ എന്ന് പറയുന്ന ഒരു വാതിലിനെയാണ്. എല്ലാ പട്ടണത്തിനും സൂചിക്കുഴ വാതിൽ ഉണ്ട്, ഇതുപോലൊരു വാതിൽ. അപ്പം ഒട്ടകത്തിന് ഒരിക്കലും സൂചിക്കുഴയുടെ വാതിൽ കൂടെ കിടക്കാൻ ഒക്കത്തില്ല. ഒട്ടകം സൂചിക്കുഴയിൽ കൂടെ കിടക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നതെന്ന് ഈ അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. സൂചിക്കുഴ വാതിൽ പണ്ട് ഇത് വലിയൊരു വാതിലായിരുന്നു. പിന്നീട് ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, യുദ്ധങ്ങളും ഒക്കെ വന്നതിന് ശേഷം ഇത് ക്ലോസ് ചെയ്ത് സൂചിക്കുഴ വാതിൽ പണിഞ്ഞിരിക്കുകയാണ്. ഒരിക്കലും ഒരു ഒട്ടകത്തിന് സൂചിക്കുഴ വാതിൽ കൂടെ കടക്കാനൊക്കത്തില്ല. അതുപോലെയാണ് ധനവാന്റെ കാര്യമെന്ന് പറഞ്ഞിരിക്കുന്നത്. സൂചിക്കുഴ വാതിലിലൂടെ നമ്മൾ ദേവപുത്രൻ ജനിച്ച സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മൾ തല വണക്കിയല്ലാതെ നമുക്കതിനകത്തിൽ കയറാനൊക്കത്തില്ല. കമോൺ, ഫോളോ മീ. ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയയോട് കൂടെ കണ്ടു. വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെച്ചു. ഭൂമിയിലെ ഏറ്റവും പരിപാവനമായ പിറവി നടന്ന തിരുപ്പിറവി ദേവാലയത്തിൻ്റെ അകത്താണ് ഞാൻ നിൽക്കുന്നത്. യേശു കർത്താവ് ബേത്ലഹേമിൽ ജനിച്ചു. വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാണ് പശുത്തൊഴുത്തിൽ കിടത്തി എന്നുള്ള ദൈവത്തിൻ്റെ വചനം പോലെ യേശു കർത്താവ് ജനിച്ച സ്ഥലത്താണ് ഇപ്പോൾ ആയിരിക്കുന്നത്.